ശ്രീജിത്ത്, ഒളിമ്പിക്സ് ഇന്ത്യയിലേക്ക് വരുമോ? ഇന്ത്യ ഒളിമ്പിക്സിൻ്റെ സംഘാടകരാകുമോ? ഏറെക്കാലമായി നമ്മുടെ കായിക പ്രേമികൾ ഉയർത്തുന്ന ഒരു ചോദ്യമാണ്. നരേന്ദ്രമോദിയുടെ കാലത്തത് സംഭവിച്ചാൽ അത് വലിയ നേട്ടമായിട്ട് BJPക്കും കൊണ്ടാടാം. എന്തു പറയുന്നു? എന്താണ് അതിൻ്റെ പുതിയ വിവരങ്ങൾ? ഒളിമ്പിക്സ് ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ലക്ഷ്യമാണ് ഈ ഒളിമ്പിക്സ് നടത്തണമെന്ന്. കാരണം ഈ അമേരിക്കയായാലും തങ്ങളുടെ രാജ്യം എന്താണ്, തങ്ങളുടെ രാജ്യത്ത് എത്രത്തോളം സമ്പത്തുണ്ട്, തങ്ങളുടെ രാജ്യം എത്രത്തോളം വികസിച്ചിട്ടുണ്ട്, തങ്ങളുടെ രാജ്യത്തിൻ്റെ സംസ്കാരം, അതോടൊപ്പം തന്നെ ഭാഷ, അതോടൊപ്പം തന്നെ ഈ വികസന പ്രവർത്തനങ്ങൾ എല്ലാം തുറന്നു കാണിക്കാൻ പറ്റിയൊരു അവസരമാണ് ഈ ഒളിമ്പിക്സ്. അത് നമുക്ക് ചൈനയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, 2008 നടന്ന ചൈന എന്ന രാജ്യം ഇത്രത്തോളം വികസിച്ചിട്ടുണ്ട്. ഇത്രയും ലോകത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട ശക്തിയായി മാറുന്നത് 2008 ബീജിംഗ് ഒളിമ്പിക്സോട് കൂടിയാണ്. കാരണം നമുക്കറിയാവുന്ന കാര്യമാണ്, അന്ന് അതിനു മുൻപ് വരെ അമേരിക്കയും റഷ്യയും ഫ്രാൻസും ബ്രിട്ടനെല്ലാം കൈയടക്കി വെച്ചിരുന്ന ഒരു ലോകശക്തിയിലേക്ക് ഈ ബീജിംഗ് ഒളിമ്പിക്സോട് കൂടിയാണ് ചൈന നടന്നു കയറുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളും തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ ഒരു വേദിയായി ഇപ്പോൾ ഈ ഒളിമ്പിക്സിനെ കാണുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഇന്നലെ ഉത്തരാഖണ്ഡിൽ നാഷണൽ ഒളിമ്പിക്സ് നടക്കുകയാണ്, നാഷണൽ ഗെയിംസ് നടക്കുകയാണ്. അപ്പോൾ ഈ നാഷണൽ ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നരേന്ദ്രമോദി വന്നപ്പോഴാണ് ഈ ഒളിമ്പിക്സിനെ കുറിച്ചുള്ള ചർച്ച ഉയർന്നു വരികയും അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. 2036 തന്നെ ഇന്ത്യയിൽ ഒളിമ്പിക്സ് നടക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുവേണ്ടിയുള്ള കഠിന പ്രയത്നത്തിലാണ് താനെന്നും അതിനുവേണ്ടി എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യാനും തൻ്റെ സർക്കാർ മുന്നോട്ട് വരുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും അദ്ദേഹം പറയുന്നു, ഇങ്ങനെ ഒളിമ്പിക്സ് വന്നതുകൊണ്ട് കായിക താരങ്ങൾക്ക് മാത്രമല്ല രാജ്യത്തിനും ഗുണമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാം മറ്റൊരു രാജ്യത്തെ വിട്ടുപോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യക്കൊപ്പം വളരുന്ന രാജ്യമാണ് ബ്രസീലും 2016 ഒളിമ്പിക്സ് നടന്നിരുന്നു. അപ്പോൾ അവർ തങ്ങളുടെ ശക്തി തെളിയിക്കുകയും അങ്ങനെ വളർന്നു വരുന്ന എല്ലാ രാജ്യങ്ങളും തങ്ങൾ വളർന്നു എന്ന് പുറത്ത് മറ്റു രാജ്യങ്ങളെ കാണിക്കാനുള്ള ഒരു അവസരമായാണ് ഈ ഒളിമ്പിക്സ് വേദികളെ. ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുക എന്ന് പറയുന്നത് അവരുടെ കായിക ഭൂപടത്തിൽ ഇടം നേടുക എന്ന് മാത്രമല്ല, തങ്ങളുടെ രാജ്യം എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും കൂടി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. കാരണം അത് ടൂറിസത്തിനും വലിയ രീതിയിൽ മാറ്റം വരുത്തും. കാരണം ഇന്ത്യ പോലുള്ള, ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സ് വരുന്നു, പക്ഷേ ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും കായിക താരങ്ങൾ എത്തുന്നു, അവരെ സപ്പോർട്ട് ചെയ്യാൻ കോച്ചുമാരെത്തുന്നു, കാണികളെത്തുന്നു. അങ്ങനെ ഒരു വലിയൊരു പ്രക്രിയയാണ് ഇതിലൂടെ നടക്കുന്നത്. വലിയ വരുമാനമാണ് ഇന്ത്യയിലേക്ക്. അതിലൂടെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു തവണ അവർ ഇന്ത്യയിലേക്ക് വരുന്നു, ഇന്ത്യയുടെ ടൂറിസം കാണുന്നു, പിന്നീട് ആ രാജ്യം വലിയ രീതിയിൽ മാറുന്നൊരു സാഹചര്യം. അതാണ് ബ്രസീലിൽ അത് വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ബ്രസീൽ എന്നൊരു രാജ്യം ഇന്ത്യയെ പോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ രാജ്യത്തിലേക്ക് വലിയ രീതിയിൽ വികസ്വര രാഷ്ട്രമായ ആ രീതിയിലേക്ക് വലിയ രീതിയിൽ ഈ കായിക താരങ്ങൾ കടന്നു വരുന്നു, കോച്ചുമാർ കടന്നു വരുന്നു, അതോടൊപ്പം തന്നെ ലോക നേതാക്കൾ കടന്നു വരുന്നു, കായിക താരങ്ങൾ കടന്നു വരുന്നു. അങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടാകും. എന്തായാലും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ രീതിയിൽ ഇന്ത്യയിൽ വികസനം ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നതാണ്, ആ സർക്കാരും പറയുന്നതാണ്, ഇന്ത്യയിൽ ഒളിമ്പിക്സ് വേദിയാകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളിലേക്ക് ഇന്ത്യ കടക്കുകയാണ്, അതിനുവേണ്ടിയുള്ള കഠിന പ്രയത്നത്തിലാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നാം ശ്രദ്ധിച്ചാൽ അറിയാം, മറ്റ് നേതാക്കൾ ഇന്ത്യയിൽ പൊതുവേ അറിയാലോ, ഇന്ത്യ എന്നും ക്രിക്കറ്റിനോടൊപ്പമാണ്. ക്രിക്കറ്റ് വലിയ രീതിയിൽ തന്നെ ഒരു മതമുണ്ടെങ്കിൽ അത് ക്രിക്കറ്റ് എന്ന രീതിയിൽ മാറിയിരിക്കുന്ന ഒരു രാജ്യത്ത് ഇന്ത്യ, കായിക മതം ക്രിക്കറ്റാണ് എന്ന് പറയുന്ന ആ രീതിയിലേക്ക് മാറിയിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷെ ആ മേഖലയിൽ ICC ഉണ്ടല്ലോ, ഈ വേൾഡ് ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന സംഘടനയാണ് ICC നിയന്ത്രിക്കുന്ന ഇന്ത്യയാണ്. ആ രീതിയിലേക്ക് മാറാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നത് ഇന്ത്യയാണെന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് തന്നെ ലോക ക്രിക്കറ്റിന്റെ കടിഞ്ഞാൺ ഇന്ത്യയുടെ കയ്യിലാണ്. അത് സാമ്പത്തികമായി തന്നെ ഇന്ത്യ അത് നിയന്ത്രിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് അതിൽ ഒരു എതിർസ്വരമില്ലാത്തൊരവസ്ഥയിലാണ്. കാരണം ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി നടക്കുകയാണല്ലോ, അപ്പോൾ പാകിസ്ഥാനിൽ വെച്ചാണ് ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ആ പാകിസ്ഥാനിൽ പോയി പങ്കെടുക്കണമെന്ന് പറയുമ്പോൾ ഇന്ത്യ പങ്കെടുക്കില്ലെന്ന് പറയുകയാണ്. ആ രാജ്യത്തേക്ക് കടന്നു വരാൻ ഇന്ത്യക്ക് താല്പര്യമില്ലെന്ന് പറയുമ്പോൾ ആ ICC ഉൾപ്പെടെ പറയുകയാണ്, ഇന്ത്യയുടെ തീരുമാനം എന്താണോ അത് നടപ്പിലാക്കുക എന്നതാണ് ഇപ്പോൾ ICCയുടെയും തീരുമാനം. എതിർസ്വരമില്ല. അങ്ങനെ പറയുമ്പോഴും നാം മറ്റു മേഖലയിലെല്ലാം പിന്നോക്കമാണ്. മറ്റ് ഫുട്ബോളായാലും അത്ലറ്റിക്സ്, അതെ, ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും എനിക്ക് തോന്നുന്നു ഗുസ്തി പോലെയുള്ള ചില കായിക ഇനങ്ങളിലാണ് നമ്മൾ മുന്നിട്ട് നിൽക്കുന്നത്. അതിലും നാം മെഡലുകൾ നേടുന്നു.
നാം സ്വർണ്ണത്തിളക്കത്തിലേക്ക് എത്തുന്നില്ല എന്നതുകൊണ്ട് ഇതിൻ്റെ ഒളിമ്പിക്സിന്റെ ഏറ്റവും അവസാനത്തെ വാക്ക് സ്വർണ്ണത്തിളക്കമാണല്ലോ. അതിലേക്ക് എത്തുവാൻ ഇന്ത്യക്ക് കഴിയുന്നില്ല. കഴിഞ്ഞ തവണ കുറച്ച് കുറെ മെഡലുകളൊക്കെ കിട്ടുമ്പോഴും ഒരു നീരജ് ചോപ്രയും ഒരു സിന്ധുവും ഒരു ആ രീതിയിലേക്ക് കുറച്ച് ഗുസ്തി താരങ്ങൾ അങ്ങനെ ഒരു ചെറിയ കൂട്ടത്തിലേക്ക് ചുരുങ്ങുകയാണ്. പക്ഷേ ഈ സർക്കാർ വന്നതിന് ശേഷം ഖേലോ ഇന്ത്യ പദ്ധതിയിലൂടെ തന്നെ കോടിക്കണക്കിന് രൂപയാണ് ഇത്തരം താരങ്ങൾക്ക് നൽകുന്നത്. മുൻകാലങ്ങളിൽ ഇപ്പോൾ ഇടക്കാലത്ത് വരെ ഇപ്പോൾ ഈ കേരളവുമായി ബന്ധപ്പെട്ട് ചർച്ച ഉയർന്നു വരികയാണ്. പണ്ട് PT ഉഷയും അടക്കമുള്ള വലിയ താരങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള കേരളം പല നാഷണൽ ഗെയിംസിലും വലിയ രീതിയിൽ മുന്നേറ്റി എല്ലാ കാലത്തും ഒന്നാം സ്ഥാനം നേടുന്ന നമ്മുടെ കേരളം ഇപ്പോൾ പിന്നോക്കം പോയിരിക്കുന്നു. കാരണം അപ്പോൾ നാം ചോദിക്കും അങ്ങനെ പിന്നോക്കം പോകാനുള്ള കാരണം എന്തെന്ന് ചോദിക്കുമ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഈ കായിക താരങ്ങൾക്കെല്ലാം മറ്റു സംസ്ഥാനങ്ങൾ വലിയ ഓഫറും അവർക്ക് വിദേശത്ത് നിന്നും കോച്ചുമാരെ എത്തിച്ച് വലിയ പരിശീലനം നൽകുമ്പോൾ കേരളത്തിൽ ജോലി നൽകുന്നു. ആ രീതിയിലെല്ലാം ചെയ്യുമ്പോൾ കേരളം ഒരു പരിഗണിക്കുന്നില്ല. കാരണം സാമ്പത്തികമായി അവരെ സഹായിക്കില്ല, അവർക്ക് നല്ല മൈതാനങ്ങളില്ല, നല്ല കോച്ചുമാരില്ല, അവർ പിന്തുണയ്ക്കാൻ രാഷ്ട്രീയ നേതാക്കളില്ല. അങ്ങനെ കേരളം അങ്ങനെ ദയനീയ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ അവസ്ഥ. കാരണം ഈ കായിക താരങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട പരിശീലനം നൽകുവാൻ നമ്മുടെ സർക്കാരുകൾ കഴിയുന്നില്ല, മികച്ച അടിസ്ഥാന സൗകര്യങ്ങളില്ല, മികച്ച മൈതാനങ്ങളില്ലാത്ത അവസ്ഥയുണ്ട്. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ കോടിക്കണക്കിന് രൂപയാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ താരങ്ങൾക്കും, കാരണം ആ ഗുസ്തി സമരവുമായി ബന്ധപ്പെട്ടെല്ലാം ഉയർന്ന ഒരു സമരമെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ ആ സമരത്തിൽ പങ്കെടുത്തവർക്ക് ഉൾപ്പെടെ വിദേശത്തെത്തി പരിശീലനം നൽകാനുള്ള കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ നൽകുന്നത്. അത് ആ സമയത്തൊന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം അന്ന് മത്സരിച്ച ഒരാൾക്ക് മെഡൽ നഷ്ടമായപ്പോൾ അത് സർക്കാരിനെതിരെ തിരിക്കാനുള്ളൊരു ശ്രമം നടന്നു. അപ്പോൾ സർക്കാരിലെ പല പ്രതിനിധികളും പറഞ്ഞത് ഞങ്ങളെ രാഷ്ട്രീയമായി കണ്ടിട്ടില്ല, ആ താരം പറഞ്ഞ കോടിക്കണക്കിന് രൂപയും നൽകി, ആ താരത്തിന് വിദേശ കോച്ചിനെ നൽകി, ആ താരം ആവശ്യപ്പെട്ട രാജ്യത്ത് പോയി പരിശീലനം നൽകുക. കാരണം നീരജ് ചോപ്ര ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അമേരിക്കയിലാണ് പരിശീലനം നേടുന്നത്, അല്ലാതെ ഹരിയാനയിൽ മാത്രമായി ഇത് ചുരുങ്ങുന്നില്ല. കാരണം ഇപ്പോഴങ്ങനെയാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഒരു കഴിവുള്ള താരമാണെന്ന് കണ്ടാൽ അദ്ദേഹം പറയുന്ന കോച്ച്, അദ്ദേഹം പറയുന്ന രാജ്യം, അദ്ദേഹം പറയുന്ന ഫണ്ട്, അദ്ദേഹം പറയുന്ന സൗകര്യങ്ങളെല്ലാം ഒരുക്കി നൽകുകയാണ് ഇപ്പോൾ സർക്കാർ. ആ രീതിയിലേക്ക് കായിക മേഖലയിൽ വലിയ രീതിയിൽ ശ്രദ്ധ പതിവ്, വലിയ വിപ്ലവം തന്നെ, കായിക വിപ്ലവം തന്നെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സത്യമാണ്. അതെ, ആ രീതിയിൽ പണം നൽകുവാനെല്ലാം എന്തായാലും നമ്മുടെ സർക്കാർ ശ്രമിക്കുന്നു. പക്ഷേ അങ്ങനെ പണം നൽകി കായിക താരങ്ങളെ ഉയർത്തുമ്പോഴും അവർക്ക് ഇന്ത്യയിലൊരു വേദി നൽകണമല്ലോ. കാരണം എല്ലാ ഇന്ത്യക്കാരൻ്റെ ആഗ്രഹമാണ്, അതിനേക്കാൾ ആഗ്രഹം കാണുമല്ലോ കായിക താരങ്ങൾക്ക്. ഒളിമ്പിക്സ് എന്ന ഒരു വലിയ മത്സരം തങ്ങളുടെ രാജ്യത്ത് നടക്കുക, തങ്ങളുടെ നാട്ടിൽ നടക്കുക, മണ്ണിൽ നടക്കുക എന്നത് വലിയ സ്വപ്നമാണ്. ആ സ്വപ്നത്തിന് വേണ്ടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. വിദേശത്ത് പോയി വിജയിക്കുന്നത് ചെറിയ കാര്യമല്ല, പക്ഷേ സ്വന്തം മണ്ണിൽ വിജയിച്ച് തല ഉയർത്തി നിന്ന് പ്രത്യേകിച്ച് കാണികള്, നമ്മുടെ എത്രത്തോളം കാണികൾക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി ഒരു മത്സരം കാണാൻ കഴിയും. മറിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു മത്സരം നടക്കുന്നു. ആ മത്സരത്തിൽ ചിലപ്പോൾ വിജയത്തെക്കാൾ മധുരം ഇതായിരിക്കും, ചിലപ്പോൾ അമ്മയുടെയും അച്ഛന്റെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ അങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കുക എന്നതെല്ലാം വലിയ ആഗ്രഹമായിരിക്കും. ആ ആഗ്രഹത്തിന് വേണ്ടിയാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ സംസാരിക്കുന്നത്. എന്തായാലും വരും 2036 ഇന്ത്യ അതിനുവേണ്ടിയുള്ള ശ്രമം. ഏതാണ്ട് ഇനി ഒരു 11 കൊല്ലം, അതെ, ഒരു വ്യാഴവട്ടം തികച്ചില്ല അതിനുള്ള. കാരണം ഇത് 4 വർഷത്തിലൊരിക്കലാണല്ലോ. ഇപ്പോൾ ആ 4 വർഷം കഴിഞ്ഞ് 2 ടേം കഴിയുമ്പോൾ ഉടൻ തന്നെ ഒളിമ്പിക്സ് വരും. ആ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സാന്നിധ്യം ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള കടുത്ത മത്സരത്തിലാണ്. അത് ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ അത് രാഷ്ട്രീയപരമായും വലിയ ഗുണം ചെയ്യും, ഇന്ത്യയുടെ സാമ്പത്തികപരമായ വികസനത്തിനും ഗുണം ചെയ്യും. അതോടൊപ്പം ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് മറ്റു രാജ്യങ്ങളെ കാണിക്കാനുള്ള ഒരു അവസരമുണ്ട്. നമ്മുടെ അഭിമാനം വാനോളം ഉയരും. അങ്ങനെ ഒരു കാലത്ത് ഇന്ത്യക്ക് അങ്ങനെ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. കാരണം ഒളിമ്പിക്സിന് കോടിക്കണക്കിന് രൂപ വേണം, മികച്ച വേദികൾ വേണം, അടിസ്ഥാന സൗകര്യം വേണം, നല്ല റോഡുകൾ വേണം, യാത്രാ സൗകര്യം വേണം. അങ്ങനെ ഇന്ത്യ നേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നേടിയെന്ന ഇന്ത്യയുടെ മനസ്സിലൊരു തോന്നൽ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ ആ വലിയ സ്വപ്നം കാണുന്നത്. ആ സ്വപ്നം നടക്കട്ടെ. ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുക എന്നത് ചെറിയ കാര്യമല്ല. അത് ഇപ്പോൾ സാധിച്ചില്ലെങ്കിൽ ഇനി എപ്പോഴാണ് സാധിക്കുക? അതെ, തീർച്ചയായും.